വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശവാസിയായ തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് മുണ്ടക്കയിൽ നടന്ന അപകടം നടന്ന അതേ ദിവസം തന്നെയാണ് ഇവിടെ ഉരുൾപൊട്ടിയത്? ഇത് 29-ാം തീയതി ഏകദേശം ഒരു 2 മണി, 1:30 കഴിഞ്ഞിട്ട് 2 മണി, പുലർച്ചെ 2 മണിക്ക് 2 മണിക്കാണ്. 2 മണിക്ക് വരുമ്പം നമ്മളെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അതിനു മുമ്പ് തന്നെ വെള്ളം വരാൻ തുടങ്ങി. ഒരു 2-3 മണിക്കൂറായിട്ട് ഒരു 11:30 മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പം ശക്തമായ മഴയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം വന്നു. ഈ കടയിലൊക്കെ, ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു, ഒരു വീട്, ഇങ്ങനെയെല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെല്ലാം മെസ്സേജ് വെച്ചിട്ട് എല്ലാവരും സുരക്ഷിത വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ 1 മിനിറ്റ് കൊണ്ടാണ്, 3 കുട്ടികളും ഇവർ 1 മിനിറ്റ് കൊണ്ട് ഇവിടെ വരുമ്പം തന്നെയാണ് ഇവർ അടുത്ത് ആ വീട്ടിലേക്ക് കയറുന്നത്. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാണ്. ഇത് ഡൊമിനിക് എന്ന് പറഞ്ഞ കൊടിമരത്ത് മുറിൽ എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ്. ഏകദേശം 10ഓളം വീടുകൾ പൂർണ്ണമായിട്ട് 11 വീടുകൾ. അതായത് 11 മണിക്ക് മുതൽ ശക്തമായ മഴ, 11 ശക്തമായ മഴയായിരുന്നു. അതിനുശേഷം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ വരുന്ന ഉരുളുകളായിരുന്നു. അന്നേരം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് വലിയ മുഴക്കത്തോടുകൂടി വന്ന് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്രദേശത്ത് കണ്ടില്ലേ, അതിൽ നിന്നും മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ഇത് കാണുന്നില്ല അവർ, 1.5 കിലോമീറ്റർ ഒരു 4-5 ഉരുളുകൾ ഒന്നിച്ച് വന്നാണ്. അങ്ങനെയാണ് ഈ ഇതുണ്ടായത്. 2 മണിയോടുകൂടിയാണ് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അല്ലേ? ശക്തമായ ഉരുള് ഒരു 1:30 ആയപ്പം ചെറിയ ഉരുള് വന്നു. ആ വെള്ളം കണ്ടിട്ടാണ് ആൾക്കാരൊന്ന് വന്ന് നോക്കാം, അങ്ങനെ വന്ന് നോക്കാൻ വേണ്ടി വന്ന ഒരു മത്തായി മാഷാണ് ഇപ്പം മരണപ്പെട്ടത്. അയാൾ ഇവിടെ തൊട്ട് താഴെ നിങ്ങൾ കണ്ടില്ലേ, ഈ കടയുണ്ടായിരുന്നു. ഇവിടെ ഒരു കടയിൽ ഇതിൻ്റെ മുമ്പിൽ കൂടെ വെള്ളം അങ്ങോട്ട് ഒഴുകുന്നേ ഉള്ളൂ. ജസ്റ്റ് പുള്ളി ആ കടയിലൊന്ന് കയറുന്നു. ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു, ഈ കല്ലിൻ്റെ മുകളിൽ. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ കീഴിൽ അതിൻ്റെ കീഴെയായിരുന്നു ആ കട. ആ കടയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി. അയാളുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു. അയാൾ താഴേക്ക് പോയി ഓടി. ഇയാൾ ഇങ്ങോട്ട് കയറി വെറുതെ കട കയറി വന്നു. അതായത് നിലവിൽ നമ്മൾ കാണുന്നത് ഇതൊരു റോഡായിരുന്നു അല്ലേ? ഇത് റോഡായിരുന്നു. ഇവിടെ വലിയ കുഴിഞ്ഞിട്ടൊരു പാലമല്ലേ നിങ്ങൾ കാണുന്നത്, ഇതിൻ്റെ അടിയിൽ ഒരു വലിയ പാലം വല്ലാണ്ട് കുഴിഞ്ഞു. ഈ സ്ഥലമില്ലേ, ഇതൊരു ശരിക്ക് 25 മീറ്റർ ഉയരത്തിലാണ് നിങ്ങൾ കാണുന്നത്. 25 മീറ്റർ വലിയൊരു പാലം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീഴേ തന്നെ 15 അടി താഴ്ച ഉണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ അടിയിൽ തന്നെ 15 അടി താഴ്ച ഉണ്ട്. ആ പാലം നിങ്ങൾ കാണുന്നില്ല അവിടെ? നിങ്ങൾ പോയ ഏകദേശം സൈറ്റ് കാണുമ്പോൾ തിരികല്ലേ. ഏകദേശം എത്രയോളം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് 11 വീടുകൾ പോയി. 3 വീടുകൾ ഭാഗികമായിട്ടും തകർന്നു പോയി. 11 വീടുകൾ. 11 വീടുകൾ. നിലവിൽ ആരെങ്കിലും പരിക്ക് പറ്റി ചികിത്സയിലുണ്ടോ? ഇല്ല. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും ആ സമയത്ത് തന്നെ എല്ലാവരും ഇപ്പം ഫോണും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു മൂവ്മെന്റിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ രക്ഷപ്പെട്ടവരാണ് മുഴുവൻ ആൾക്കാരും. വെള്ളം വരുന്ന കണ്ടപ്പം മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട. ചേട്ടന്റെ അറിവിൽ ഇതിനു മുമ്പ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു ഏരിയ ആണോ? ഇതിനു മുമ്പ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഉണ്ടായിട്ടുണ്ട്. 33 വർഷം മുമ്പ് ഉരുൾപൊട്ടിപ്പം 33 വർഷം കഴിഞ്ഞാൽ 33 വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായി. ഈ വിലങ്ങാട് പ്രദേശം മുഴുവൻ ഉണ്ടായി. ഏകദേശം 10-36. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ ചെറിയ ഉരുളുകളാണ്. ഇതുപോലെ ഭീകരതയുള്ള കാര്യങ്ങളൊന്നുമല്ല. 33 വർഷം കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ വർഷവും 1-2 വർഷങ്ങളിൽ 2018 അവിടെ ഉരുൾപൊട്ടി 5 മരിച്ചില്ലേ, കുറ്റിക്കാട്ടെ, അവരൊക്കെ മരിച്ച ആ സമയത്തും ഇവിടെ ചെറിയ ഉരുളുകളൊക്കെ പൊട്ടി. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുകളൊന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു മുന്നറിയിപ്പുകളും ഇല്ല. പെട്ടെന്ന് വന്ന ഒരു മഴയാണ്. അതല്ല കാര്യം. ഇതിന്റെ മുകളിലേക്ക് വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളാണ്. ഏകദേശം ഇപ്പം തന്നെ ഒരു 1500 ഏക്കർ സ്ഥലമേലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വാസയോഗ്യമല്ല എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിനറിയാം. അവർ വന്ന് കുറേ കാര്യങ്ങൾ ആൾക്കാരെ മാറ്റി പരിപാൻ തുടങ്ങി. എന്നിട്ട് അവർക്ക് പറ്റിയൊരു യോഗ്യമായ ഒരു സ്ഥലമൊന്നും കണ്ടുപിടിച്ചു കൊടുക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ അതൊരു 30 വർഷമായി. 30 വർഷം തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ തന്നെ കിടന്ന ഒരു സ്ഥലമാണ്. ഞാനെല്ലാം 8 വർഷം ആയി. എൻ്റെ സ്ഥലം 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ 1 ഏക്കർ സ്ഥലവും നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ 8 വർഷമായി ഇവിടുന്ന് ഒരു 300 മീറ്റർ അപ്പുറം പള്ളിയുടെ അപ്പുറത്ത് ഒരു പെരയും വെച്ച് താമസിക്കുന്നു. ഈ ഒരു ഉരുളിനെ മാത്രം പേടിച്ചിട്ട് ചെറിയ സാമ്പത്തികം ഉണ്ടായി. ബാങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചെറിയ സാമ്പത്തികം ഉണ്ടായിരുന്നുണ്ട്. അവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു പെര വെച്ചതാണ്. ഇങ്ങനെ എല്ലാവരും. പക്ഷെ ഇവിടെ ഒരു ജീവനും അപായപ്പെട്ടില്ല. പക്ഷെ ഒരാള് മരിച്ചില്ലേ ഈ ഒരു ഉരുൾപൊട്ടലില്? ഒരു മത്തായി മാഷ്, മാത്യു മാഷ് എന്നൊക്കെ. മൃതദേഹം ഇന്നാണ് കിട്ടുന്നത് അല്ലേ? ഇന്നാണ് കിട്ടുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന്. അപ്പോൾ ഇവിടുത്തെ തെരച്ചിലെല്ലാം അവസാനിപ്പിച്ചു. അപ്പം നാട്ടുകാർ എന്താണെങ്കിലും ഉണ്ടാകുന്നു, എൻ്റെ ഒരു ബോഡിയുടെ കഷ്ണം കിട്ടുന്നു. ഇങ്ങനെ തപ്പി ചെറിയ സ്മെല്ലും മണമെല്ലാം വന്ന ഒരു സ്ഥലത്ത് കണ്ട് ഒരു കാല് കണ്ട് ഇങ്ങനെ തപ്പിയെടുത്ത 3 മണിക്കൂർ നേരം 4 മണിക്കൂർ നേരം തപ്പിയിട്ട അയാളുടെ ബോഡി കിട്ടിയത്.
അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞിട്ടാണ് വരുന്ന ആളുകളാണ് ഈ കാണുന്നത്. അല്ല അതെ, ഇപ്പം അത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് വരുന്ന ആളാണ്. അയാളെ ഭാര്യയും 2 മക്കളുണ്ടായിരുന്നു, വിദേശത്തായിരുന്നു, കാനഡയിലും അമേരിക്കയിലൊക്കെ ആയിട്ട്. അവർ വന്നു. ദൈവാനുഗ്രഹം കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഈ നാട് രക്ഷപ്പെട്ടത് അല്ലെ. ഭവനങ്ങളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ആളപായം വലിയ കാര്യമായിട്ടുണ്ടായില്ല. ഇല്ല, നമ്മൾ ഈ കൺമുമ്പിൽ കാണുന്ന വീട്ടിൽ 3 കുട്ടികളും 3 മുതിർന്ന ആൾക്കാരും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തൊരു വീട് കാണുന്നുണ്ടോ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വീടല്ലേ, ആ വീട്ടിലെത്തുന്ന 1 മിനിറ്റ് കൊണ്ട് ജീവൻ തിരിച്ചു. അയാൾ എന്നോട് പറഞ്ഞ, ആ ചെക്കൻ എന്നോട് പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് തമ്പുരാൻ ജീവൻ തിരിച്ചു വന്നു. ബാക്കി മുഴുവൻ ഇവിടെ 2 കാറും 1 ജീപ്പും 2 ബൈക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഈ വീട് തന്നെ ഈ തോട്ടിൽ നിന്ന് നിങ്ങളിപ്പം കാണുന്ന 15 മീറ്റർ അല്ല, 30 മീറ്റർ ഉയരത്തിൽ നിന്നാണ്. അതാ അയാളാണ് ആ വീട്ടിലെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണത്. രക്ഷപ്പെട്ട ആളാണ്. ഈ വീട്ടിലെ മോനാണ്.